നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മരുമോളില്ലേ, അഡ്വക്കേറ്റ് ചന്ദ്രലേഖ. ഞാൻ അവളെ ഒന്ന് കാണാൻ വന്നതാ. നിങ്ങൾ ഇരിക്കെ. ചന്ദ്രേ, ചന്ദ്രേ. നമസ്കാരം. സാധാരണ എന്റെ വക്കീലന്മാർ മുഴുവൻ എന്നെ വന്ന് കാണാറാ പതിവ്. ഇതാദ്യമായിട്ടാ എനിക്ക് ഇങ്ങോട്ട് വന്ന് കാണേണ്ടി വന്നത്. സുഖമാണോ മോളെ? സുഖാണ്. അത് മതി. ഈ ലോകത്ത് സകല മനുഷ്യരും സുഖമായിട്ടിരിക്കണമെന്നാ എന്റെയും ആഗ്രഹം. ദാ, ഇതൊരു സമ്മതപത്രമാ. ഇതിലൊന്ന് ഒപ്പിട്ട് തരണം. എന്താ ഇത്? വേറൊന്നുമല്ല, നീയായിരുന്നല്ലോ എന്റെ ലീഗൽ അഡ്വൈസർ. ആ സ്ഥാനത്ത് നിന്ന് നിന്നെ മാറ്റി. അതിന്റെ അറിയിപ്പായത്. ഒപ്പം വക്കാലത്ത് നീ ഒഴിഞ്ഞു എന്ന ലെറ്ററും ഒപ്പിട്ട് തരണം. ഞാൻ പുതിയ വക്കീലിനെ വയ്ക്കാൻ പോവുക. ഞാൻ കൃത്യമായിട്ട് കേസ് നടത്തിക്കോളാം തങ്കച്ചി. അത് വേണ്ട. നീ ഒരുപാട് തിരക്കുള്ള ആളല്ലേ. എന്നെ പോലുള്ള പാവങ്ങളുടെ കേസൊന്നും നടത്താനുള്ള സമയം നിനക്ക് കിട്ടിയെന്ന് വരില്ല. അത് മനസ്സിലാക്കിയ നമ്മൾ എന്താ ചെയ്യാ? ഒഴിവാക്കി വിടണം. അതാ തങ്കച്ചി ചെയ്യാൻ പോകുന്നത്. എനിക്കൊരവസരം കൂടി തരണം തങ്കച്ചി. നടക്കില്ല. നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നീ ചതിക്കും. നിന്നെ വക്കീലായിട്ട് വയ്ക്കാൻ പോയപ്പോഴേ കൈമളി ചോദിച്ചതാ, അത് ശരിയാവുമെന്ന് ഞാനാ പറഞ്ഞത്. എന്റെ ആ പ്രതീക്ഷയാ നീ തെറ്റിച്ചത്. ഇനി നിന്നെ എനിക്ക് വേണ്ട. തങ്കച്ചി, മിണ്ടിപ്പോകരുത്. ഞാനൊരു മണ്ടിയാണെന്ന് നീ വിചാരിച്ചോ? എന്റെ കയ്യിന്ന് കുറെ പൈസ നീ മുൻകൂറായി പറ്റിയിട്ടുണ്ട്. അത് മുഴുവൻ തിരിച്ചു തന്നേക്കണം. അല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും. എടി, ഞാനൊരാളില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ഇവിടെ നിൽക്കില്ല. ആ എന്നെയാ നീ പിന്നീന്ന് കുത്തിയത്. എനിക്കറിയാം നീ ഒരു കേസിലെ വക്കീലാണെന്ന്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കാൻ ഞാൻ ആശംസിക്കുന്നു. ഒപ്പിട്ട് താടി, എനിക്ക് വേഗം പോണം. പോട്ടെ, കേസിലെ വക്കീലെ. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. ഇനി ഇത് വെച്ച് നീട്ടുന്നതിൽ അർത്ഥമൊന്നുമില്ല അച്ഛാ. സിദ്ധുവിനെ എത്രയും പെട്ടെന്ന് കാണണം. എന്നിട്ട് ശരവണം പറഞ്ഞതൊക്കെ പറയണം. എന്ത് വേണമെന്ന് സിദ്ധു തീരുമാനിക്കട്ടെ. അത് ശരിയാ മോളെ. പക്ഷെ സൂക്ഷിച്ചു വേണം നമ്മൾ ഓരോന്ന് ചെയ്യാൻ. എന്നായാലും ഇത് തന്നെ വേണ്ടി വരും. അപ്പൊ പിന്നെ അത് നേരത്തെ ആവുന്നല്ലേ നല്ലത്. ഇനി താമസിപ്പിച്ച വേറെയും ചില ദോഷങ്ങളുണ്ട്. രക്ഷപ്പെടാനുള്ള പഴുത് കിട്ടും അവന്. അതൊരിക്കലും സംഭവിക്കരുത്. ശരവണന്റെ മൊഴി മാത്രമേ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളൂ. അത് മതിയല്ലോ.
അതൊരു തരത്തിലൊരു കൺഫെഷൻ അല്ലേ നിത്യ? ഈ ഏറ്റുപറച്ചില് ആരെയൊക്കെ കൊന്നു, എങ്ങനെയൊക്കെ കൊന്നു എന്നല്ലേ ശരവണൻ പറയാൻ പോകുന്നത്? ആ മൊഴിക്ക് നിയമപരമായിട്ട് പ്രാധാന്യമുണ്ടല്ലോ. എല്ലാം രഹസ്യമായിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ നീക്കങ്ങളൊന്നും ഒരു കാരണവശാലും ശരത്ത് അറിയരുത്. അറിഞ്ഞാലിപ്പോ എന്താ? എന്തായാലും അധികം വൈകാതെ അവനെല്ലാം അറിയും. അവനെ പേടിച്ച് എത്ര കാലം ഇങ്ങനെ ജീവിക്കാൻ പറ്റുവച്ചാ? ഇനിയിപ്പൊ ഞാനതൊന്നും നോക്കുന്നില്ല. എത്രയും പെട്ടെന്ന് അവനെ ഒതുക്കുക, അത്രേ ഉള്ളൂ എനിക്ക്. സിദ്ധുവേട്ടനെ കാണാൻ ആരാ പോകുന്നത്? അച്ഛനാണോ അത് എഴുത്തിയോ? അച്ഛൻ പോട്ടെ, അതാവുമ്പോ ആരും സംശയിക്കില്ല. വേറൊരു പ്രശ്നമുണ്ടല്ലോ മോളെ. ഈ വക്കീലന്മാര് സാധാരണ തെളിവുകളാ ചോദിക്കുക. ശരവന്റെ കയ്യിൽ തെളിവുകളൊന്നും ഉണ്ടായിരിക്കത്തില്ലല്ലോ. മുൻവിധിയൊന്നും വേണ്ടച്ചാ. നല്ലൊരു ക്രിമിനൽ ലോയറാ സിദ്ധുവേട്ടൻ. സിദ്ധുവേട്ടൻ അറിയാൻ പറ്റും ഇതൊക്കെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന്. അതെ, ഇതുവരെ നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് പലതും ചെയ്തു. അതിൽ നിയമപരമായതും അല്ലാത്തതും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി നമ്മൾ നിയമപരമായിട്ട് മാത്രമേ നീങ്ങൂ. അതിനാ ഇപ്പൊ ഈ മീറ്റിംഗ്. സിദ്ധു ഇതിൽ വരുന്നതോടുകൂടി ശരത്തിന്റെ അഹങ്കാരം അതോടുകൂടി തീരും. അല്ലെങ്കിൽ നമ്മൾ തീർക്കും. എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ മോളെ. എന്നാ പിന്നെ സമയം കളയാതെ ഞാനങ്ങ് ഇറങ്ങാം. അപ്പൊ എല്ലാ അർത്ഥത്തിലും നീ ഒരു കേസില്ല വക്കീലായി അല്ലേടി? ഓ, സിദ്ധുവിനെ തോൽപ്പിക്കുന്നായിരുന്നല്ലോ വാശി. അന്ന് ഈ തങ്കച്ചിയുടെ വക്കാലത്ത് ഏറ്റെടുക്കരുതെന്ന് നിന്റെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ സിദ്ധു? നീ അത് കേട്ടില്ലല്ലോ. സിദ്ധുവിനെതിരെ തങ്കച്ചി നിന്നെ ഉപയോഗിക്കുമായിരുന്നെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി നിനക്കില്ലല്ലോ. ഇപ്പോഴെങ്കിലും അത് ബോധ്യപ്പെട്ടോ? ഇതാ പറയുന്നത്, ഒരാവേശത്തിന് നമ്മൾ അങ്ങോട്ട് ചാടിയാലേ 10 ആവേശം കാണിച്ചാലും തിരിച്ചു ചാടാൻ പറ്റത്തില്ലെന്ന്. തങ്കച്ചി പോയാ വേറെ കക്ഷികൾ വരും. എവിടുന്ന് വരാനാ? അതിന് നിനക്ക് എന്ത് പാരമ്പര്യം അടിയുള്ളത്? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്നെങ്കിലേ നല്ലൊരു ജീവിതം അവിടെ കിട്ടത്തില്ലായിരുന്നോ? ഹോ, അപ്പൊ നീ പ്രതികാരം തീർക്കാൻ അങ്ങോട്ട് ഇറങ്ങി. വാളെടുക്കുന്നവൻ വാളാലെന്ന് കേട്ടിട്ടുണ്ടോ നീ? നിനക്കിപ്പൊ സംഭവിച്ചത് അതാ. പറ്റിയ തെറ്റ് ഞാൻ തിരുത്തിയല്ലോ. എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും തയ്യാറാണെന്നും പറഞ്ഞു. അതിനുള്ള അവസരം എനിക്ക് തരാത്തത് നിങ്ങളല്ലേ? ഷോ, എങ്ങനെ തരും? നിന്നെ ഇനി എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? അങ്ങനെയല്ലേടി നീ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയതെല്ലാം. സ്വന്തം അമ്മയുടെ സ്ഥാനത്താ സിദ്ധു എന്നെ കാണുന്നത്. എന്നെയാ നീ ജയിലിൽ കയറ്റിയത്. മറക്കൂടി അവനത്. ഇനി നിനക്ക് രക്ഷയില്ല. മാന്യമായിട്ട് നീ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോണം. അതേ നിനക്കിനി ചെയ്യാനുള്ളൂ. ഡിവോഴ്സും വാങ്ങി ഞാൻ പോകുന്ന ആരും വിചാരിക്കണ്ട. ഞാനതിന് തയ്യാറല്ല. ഇപ്പൊ നീ തയ്യാറല്ല, നാളെ നീ തയ്യാറാകും. അല്ലെങ്കിലേ ഞങ്ങള് തയ്യാറാക്കും. എന്തായാലും നിന്നെ ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ഇറങ്ങിയേ പറ്റൂ.